ഹായ് ഗൈസ്, ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അവല് വെളിയിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വറുത്തിടാനുള്ള ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് ആദ്യം വറുത്ത് മാറ്റാം. ഇപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് വറുത്തിട്ട് അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വറുത്ത് എടുക്കണം. ഇതെല്ലാം ഞാൻ ഇതിൽ തന്നെ വറുത്തെടുക്കുന്നത്. ഞാൻ വളരെ സിമ്മിലാണ് കേട്ടോ ഫ്ലെയിം വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി, എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അവല് വെളിയിച്ചത് നല്ല കുറച്ച് റിച്ച് ആയിക്കോട്ടെ, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് വറുത്ത് കഴിയുമ്പോൾ നമ്മളെടുത്ത് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ശർക്കര ഉരുക്കിയത് 1 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പിൻ്റെ അളവ് പാത്രം ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയ്ക്ക് പാകമൊന്നും നോക്കേണ്ട കാര്യമില്ല. ശർക്കരയിലേക്ക് നമ്മൾ ഉടനെ തന്നെ 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ശർക്കരയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. തേങ്ങയും ശർക്കരയും കൂടെ നന്നായി യോജിച്ച് വരുമ്പോൾ, തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് അവലിന് 2 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് ശർക്കര ഉരുക്കിയതും, അങ്ങനെയാണ് അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ അവലും ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോൾ തേങ്ങ ചിരകിയതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അവൽ വിളയിച്ചത് റെഡിയാവും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകണം. അവലെല്ലാം ശർക്കരയിലേക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കറുത്ത മുന്തിരി, എള്ള്, കാഷ്യൂ നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നെയ്യിൽ നമ്മൾ വറുത്തിട്ടുള്ളതുകൊണ്ട് നെയ്യിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. നല്ല അയൺ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു അവൽ വെളിയിച്ചതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.